വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് നിന്നൊരു കൊലപാതകത്തിന്റെ വാർത്ത വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. 6 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ സംഭവമാണ്. വിജിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വിജിലിനെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മറവ് ചെയ്ത സരോവരം പാർക്കിന് സമീപം ഇന്ന് വിശദമായ പരിശോധന നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പരിശോധന. 6 വർഷങ്ങൾക്ക് മുൻപ് കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ തെളിവെടുപ്പിൽ ഈ വിജിലിന്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന്. ഇവിടെ നമ്മുടെ കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് ബൈക്ക് കണ്ടെത്തിയത്. ഏതായാലും ആ കേസിൽ വളരെ നിർണായകമായ ഒരു ഡെവലപ്മെന്റ്സ് സംഭവിക്കാൻ പോകുന്ന ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പ്രതീക്ഷിക്കാം. വിവരങ്ങളുമായി AK ലതീഷ് കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വിജിലിന്റെ കൊലപാതകം 6 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. അതിപ്പോൾ വീണ്ടും വെളിവാവുകയാണ് അതിന്റെ സത്യങ്ങൾ. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നു. ഇന്നലെ ബൈക്ക് കണ്ടെത്തി. ഇന്നിപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി തെളിവെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. മനു, ഗുഡ് മോർണിംഗ്. തെളിവെടുപ്പ് ഇന്നും തുടരും. ഇന്നലെയാണ് 2 പ്രതികളെയും കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി ഉള്ളത്. ഇതിനിടയിൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലുമെല്ലാം പോലീസിനെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നലെ വൈകിട്ടാണ് കല്ലായി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നടന്ന പരിശോധനയിൽ കാടിനുള്ളിൽ ഇവർ ഉപേക്ഷിച്ച വിജിലിൻ്റെ ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ വിജിലിൻ്റെ മൊബൈൽ ഫോണും ഈ പരിസരത്ത് ഉപേക്ഷിച്ചു എന്നവർ പറഞ്ഞെങ്കിലും മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മൊബൈൽ ഫോൺ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. 2 പേരാണ് നിലവിൽ ഈ കേസിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്, അല്ലെങ്കിൽ അറസ്റ്റിലായത്. അത് എരഞ്ഞിപ്പാല സ്വദേശി നിഖിൽ, മറ്റൊന്ന് വേങ്ങേരി സ്വദേശി ദീപേഷ്, മറ്റൊരാൾ രഞ്ജിത്ത് എന്ന് പറയുന്ന 3ാമതൊരു പ്രതിയെ കൂടി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിനായുള്ള തിരച്ചിലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചാണ് ഇവർ 3 പേരും ഉണ്ടായിരുന്നത്. അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് 6 വർഷത്തിനിപ്പുറം ഇത്തരത്തിൽ ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞതും അവർ കുറ്റസമ്മതം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലതീഷ്. 6 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകം, അതിൽ ഇപ്പോൾ തെളിവുകളിലേക്ക് പോലീസ് എത്തുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും സജീവമായത്? അതിന്റെ ഒരു വഴികൾ എങ്ങനെയായിരുന്നു? 2019 മാർച്ച് 24-നാണ് വിജിലിനെ കാണാതാവുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം ഈ സരോവരം പാർക്കിൽ ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിലാകുന്നു വിജിൽ. അതിനുശേഷം ഇവർ പ്രതികൾ അവിടെ നിന്നും മാറി നിൽക്കുന്നു. വീണ്ടും തിരിച്ചെത്തിയ ഘട്ടത്തിൽ മരിച്ചു എന്ന് അവർ ഉറപ്പുവരുത്തുകയാണ്. പിന്നീട് ഇത് പുറത്തറിയാതിരിക്കാനാണ് സരോവരത്ത് തന്നെയുള്ള ചതുപ്പിൽ കല്ല് കെട്ടി കുഴിയെടുത്ത് അവിടെ താഴ്ത്തി എന്നാണ് അവർ പോലീസിന് നൽകിയ മൊഴി. 8 മാസത്തിന് ശേഷം വീണ്ടും ഇവർ എത്തി അസ്ഥികളെടുത്ത് കോഴിക്കോട് വരക്കൽ ബീച്ചിൽ മരണാനന്തര ക്രിയകൾ ഉൾപ്പെടെ നടത്തിയെന്നും പോലീസിന് ഇവർ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും വിജിലിൻ്റെ അച്ഛൻ മകനെ കാണാതായതുമായി ബന്ധപ്പെട്ട് എലത്തൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവരെ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു തെളിവിലേക്ക് ആ ഘട്ടത്തിൽ പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് അടുത്തിടെ എത്തിയ CI കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു കേസ് വീണ്ടും അന്വേഷിക്കുകയായിരുന്നു. ആ അന്വേഷണത്തിലാണ് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുകയും വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തത്. അമിതമായി ലഹരി ഉപയോഗിച്ചു, ബ്രൗൺ ഷുഗർ കുത്തിവെച്ചതിനെ തുടർന്ന് വിജിൽ മരണത്തിന് കീഴടങ്ങി എന്നാണ് ഇവർ നൽകിയ മൊഴി. അതേ തുടർന്ന് ഇവർ മരണവിവരം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം ഈ തരത്തിൽ കല്ലുകെട്ടി ചതുപ്പിൽ താഴ്ത്തുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. നാട് വിട്ടുപോയി എന്നുൾപ്പെടെ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ, വിജിലിൻ്റെ ബൈക്കും മൊബൈൽ ഫോണും റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ഉപേക്ഷിക്കുന്ന നിലയുണ്ടായത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യഘട്ടത്തിൽ ഇവർ ബൈക്കും മൊബൈൽ ഫോണും ഉപേക്ഷിച്ചതെങ്കിൽ പിന്നീട് അവിടെ നിന്ന് കല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ബൈക്ക് മാറ്റുകയായിരുന്നു. 2 വർഷത്തോളം ഈ ബൈക്ക് അവിടെ ഉണ്ട് എന്ന് പ്രതികൾ കൃത്യമായി ഉറപ്പുവരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും വിശദമായ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലാണ് ഇതിനെ ചുരുളഴിഞ്ഞത്. അവർ കുറ്റസമ്മതം നടത്തിയത്. കൂട്ടുപ്രതിയായ രഞ്ജിത്തിനെ കൂടി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഈ
ശേഷക്രിയകൾ അല്ലെങ്കിൽ മരണാനന്തര ക്രിയകൾ ചെയ്തത് ഈ കോഴിക്കോട് വരക്കൽ ബീച്ചിലാണ് എന്നാണ് ഈ പ്രതികൾ നൽകിയ മൊഴി. ഇതിനവരെ സഹായിച്ച ആളെ കണ്ടെത്തുന്നതടക്കമുള്ള നടപടികൾ അല്ലെങ്കിൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും. ഇന്നത്തെ തെളിവെടുപ്പ് ഏറ്റവും പ്രധാനമാണ്. കാരണം മൃതദേഹ ഭാഗങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തഹസിൽദാരുടെയും എലത്തൂർ പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഇന്നിവിടെ പരിശോധന നടത്തുക. വെള്ളം വറ്റിച്ചുൾപ്പെടെ പരിശോധന നടത്തേണ്ടി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 മണിയോടുകൂടി പരിശോധന ആരംഭിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മനു. ശരി, ഓക്കെ, താങ്ക് യു ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും 6 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കൊലപാതകമാണ്. പക്ഷേ നമ്മുടെ പോലീസിന്റെ ഒരു മികവ് നിങ്ങൾ നോക്കൂ. 6 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ഇപ്പോൾ ഈ 2025 ആ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു അന്വേഷണ മികവെന്ന് പറയുന്നത്. കുറേ നാൾ അന്വേഷിച്ചു, ശരിയാണ്, കുറേ നാൾ അന്വേഷിച്ചു, കുറേ സമയമെടുത്തു. പക്ഷേ പോലീസ് വിട്ടില്ലായിരുന്നു ആ കേസ്. അതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രതികൾ അത് മനസ്സിലാക്കിയിരുന്നില്ല. ഒടുവിൽ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തെളിയിക്കുക എന്നതാണ്. അതിന് ഈ തെളിവുകൾ വേണം, ശാസ്ത്രീയ തെളിവുകൾ വേണം. 6 വർഷം മുൻപ് നടന്ന സംഭവമാണ്. അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുന്നു എന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സരോവരം പാർക്കിന് സമീപം ഇന്ന് കുഴിച്ച് പരിശോധിക്കുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുമോ എന്നറിയാനായിട്ട് വിവരങ്ങളാണ് ഇപ്പോൾ ലതീഷ് നമുക്ക് നൽകിയത്.